അസ്സലാമലൈക്കും, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞിരുന്നു കമൻ്റ് അടിക്കുന്നവർക്ക് ഒരാൾക്ക് 2000 രൂപ കൊടുക്കാമെന്ന്. അങ്ങനെ ഒരു സഹോദരി കമൻ്റ് അടിച്ച് അവരുടെ മോൻ്റെ കിഡ്നിക്ക് എന്തോ പ്രശ്നമാണ്, ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് കമൻറ്റ്. അപ്പോൾ അവർക്ക് ഞാൻ റീപ്ലൈ കൊടുത്തിരുന്നു, ഗൂഗിൾ പേ തരൂ 2000 ഇട്ട് തരാമെന്ന്. പക്ഷെ അവർ തന്നില്ല. ഇനി എനിക്കറിയില്ല, ഇനി തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും അവർ 100%, കാരണം എൻ്റെ വേറെ വീഡിയോ ഇടാനുള്ള അവർ കമൻറ്റ് അടിച്ചത്. അപ്പോൾ അതുപോലെ ഈ ഒരു വീഡിയോ കണ്ടിട്ടെങ്കിലും അവരെനിക്ക് ഗൂഗിൾ പേക്ക് ഇട്ട് തരികയാണെങ്കിൽ 2000 രൂപ അവർക്ക് ഇട്ട് കൊടുക്കും. ഒരു അർഹതപ്പെട്ട ഒരു സഹോദരിക്ക് കൊടുത്തതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, 100% നിങ്ങളിലേക്കും 2000, 5000, 10,000 ഒക്കെ എത്തും. പല ആളുകളും നമ്മൾ ജെമിനിയുമായി ബന്ധപ്പെട്ട് ഓരോരോ സംശയങ്ങൾ ചോദിക്കുമ്പോൾ ജെമിനിയാണ് അവരുടെ അഭിപ്രായം പറയുന്നത്, ഞാനല്ല. പക്ഷെ എനിക്ക് ചിലവരൊക്കെ ബാഡ് കമൻ്റ് ഇടുന്നത്, അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നഷ്ടം നിങ്ങൾക്കാണ്. കാരണം നമ്മൾ പല രീതിയിലുള്ള പല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള പ്രവർത്തനം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നെട്ടിപ്പോവും. അത്രമാത്രമാണ് ഓരോ ആൾക്കാർക്കും സഹായം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മൾ സീക്രട്ടായിട്ട് സഹായിക്കുന്ന ഒരു കാര്യങ്ങളാണ്, ഒരിക്കലും നമ്മൾ പബ്ലിക്കിൽ കൊണ്ടുവരുന്നില്ല. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ചിന്തിക്കുക, നമ്മളെ ഗ്രൂപ്പിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാം ആരിസ് പാലക്കാട് എന്താണ് എന്നുള്ളത്. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ തുടർന്ന് നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും ആരിസ് പാലക്കാട് എന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും മനുഷ്യരെല്ലാവരും ഒരേപോലെയാണ് അല്ലേ. കൈ ഇങ്ങനെ കയറിക്കഴിഞ്ഞാൽ ചുകരയാണ് വരിക, ചുവപ്പ് ചുകര. അത് നിങ്ങളുടെ ആയാലും എൻ്റെ ആയാലും അങ്ങനെയാണ് ഈ ഒരു അവസ്ഥ. നമ്മളിപ്പോൾ ജനിച്ച് വീണു അല്ലേ, ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്നു. ആ ഒരു കുട്ടിയെ എടുത്തിട്ട്, ഇപ്പോൾ ഒരു മുസ്ലിമിൻ്റെ ഒരു അമ്മയ്ക്കാണ് ആ ഒരു കുട്ടി പ്രസവിച്ച് കഴിഞ്ഞാൽ, ആ കുട്ടിയെ എടുത്തിട്ട് നമ്മളൊരു ഹിന്ദു അമ്മയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് മാറ്റിക്കഴിഞ്ഞാൽ തീർന്ന്. അവൻ വളർന്ന സാഹചര്യം അനുസരിച്ചാണ് മതം. അല്ലാതെ ജനിച്ച് വീണപ്പോൾ ഇന്ന മതക്കാരനാണ് എന്നുള്ളത് അവിടെ മുദ്രയിൽ ഇങ്ങനെ നെറ്റിയിലൊന്ന് എഴുതി വെക്കുന്നുണ്ടോ? ഇല്ല. നമ്മുടെ സമുദായമാണ് നമ്മളിലേക്ക് അടിച്ച് ഏൽപ്പിക്കുന്നത്, ഇതാണ് നിൻ്റെ മതം, ഇതാണ് നിൻ്റെ ദൈവം എന്നൊക്കെ അല്ലേ. പോയിൻ്റ് കറക്റ്റ് അല്ലേ? അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചോളം നമ്മളിതിൻ്റെ അകത്ത് ഒരാളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പല രീതിയിലുള്ള അഭിപ്രായ കാര്യങ്ങളും ഒക്കെ പറയും. അതൊക്കെ എൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യത്തിലാണ് പറയുന്നത്. നിങ്ങൾക്കും കമൻ്റ് അടിക്കാം, അഭിപ്രായം പറയാം, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അനാവശ്യം വിളിക്കരുത്, അവിടെയാണ് തെറ്റ്. അനാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ ഇനി ഞാൻ എടുത്തിട്ട് ആ കമൻറ്റ് നല്ല രീതിയിൽ ഞാൻ പറയുകയും ചെയ്യും. അത് ശരിക്കും നിങ്ങൾക്ക് ഒരു കുടുംബത്തിൽ പറഞ്ഞവർക്ക് അത് സഹിക്കൂല, പിന്നെ കുടുംബത്തിൽ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഈ ഒരു പാവപ്പെട്ട സഹോദരിക്ക് 2000 രൂപ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ കമൻ്റ് അടിക്കുക ഇൻഷാ അല്ലാഹ്.